പിന്നെ ആ സൗകര്യങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്താൻ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത നമ്മളിപ്പോൾ പുസ്തകങ്ങളിലൂടെ വായിച്ച് കേട്ടു പല ആദിവാസി കുടുംബങ്ങളിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് അവരുടെ പിന്നെ വിദ്യാഭ്യാസ കേന്ദ്രം വരെ എത്താനുള്ള പാത പോലും ഇല്ലാത്ത അവസ്ഥയിൽ. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലേ അങ്ങനെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല 1 കിലോമീറ്ററാണ് ഏറ്റവും ചെറിയ സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് 1 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ള ആദിവാസി മേഖല പോലുള്ള മലയോര മേഖലകളിലൊക്കെ തന്നെയും അതിനാവശ്യമായ പ്രത്യേക സൗകര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആലോചിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ദൂരമുണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് പോകാൻ കഴിയാത്തത് മൂലം വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കമ്പ്യൂട്ടറൈസേഷൻ എങ്ങനെ പിന്നെ ഇപ്പോൾ ഓരോ 1ാം ക്ലാസ് മുതൽ തുടങ്ങി കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ പിന്നെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇത് ബാധകമാക്കാൻ ഇല്ല. ഗവൺമെൻറ് സ്കൂളുകളിൽ ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ 5ാം ക്ലാസ് മുതൽ ഇപ്പോൾ നിർബന്ധമാണ്. പക്ഷേ പല സ്കൂളുകളിലും ചെറിയ ക്ലാസ് മുതൽക്ക് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല നഴ്സറി സ്കൂളുകളിൽ വരെ ഇപ്പോൾ കമ്പ്യൂട്ടറുണ്ട്. പക്ഷേ അവിടെ കമ്പ്യൂട്ടർ ഗെയിമുകളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഒരു 10-20 വർഷം മുമ്പ് നമ്മൾ സാക്ഷരത എന്ന് പറഞ്ഞത് അക്ഷരാഭ്യാസമാണെങ്കിൽ ഇപ്പോൾ സാക്ഷരത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പഠനമാണ്. കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുക എന്നുള്ള കമ്പ്യൂട്ടർ സാക്ഷരതയാണ് ഇപ്പോഴത്തെ സാക്ഷരത. അപ്പോൾ അത് 1ാം ക്ലാസ് മുതൽക്ക് തന്നെ കുട്ടികളെ ശീലിക്കുന്നു. അത് അവരുടേതായ ആ ഒരു പ്രായത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ നഴ്സറി സ്കൂളിലെ കുട്ടികളെ നഴ്സറിയിലേക്ക് അയക്കുന്നത് വലിയ ഗഹനമായ പാഠങ്ങൾ പഠിക്കാനല്ല. അതുപോലെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അവരുടെ ഐക്യുവിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ തോതിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും അവർക്ക് നൽകാനായിട്ട് കഴിയും. നമ്മുടെ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റേറ്റ് തമിഴ്നാട്ടിൽ ഇപ്പോൾ പാഠപുസ്തകങ്ങളൊക്കെ മാറ്റുകയാണെന്ന് കേട്ടു. നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പാഠപുസ്തകങ്ങൾക്ക് ചേഞ്ച് വരുന്ന? പാഠപുസ്തകങ്ങൾ കാലാകാലങ്ങളിൽ മാറ്റാറുണ്ട്. അത് ഏത് ഗവൺമെൻറ് വരുമ്പോഴും മാറ്റാറുണ്ട്. അതിന് കരിക്കുലം കമ്മിറ്റിയും ഒക്കെയുണ്ട്. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി പാഠ്യപുസ്തകങ്ങളുടെ പരിഷ്കരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കമ്മിറ്റികളുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മുടെ പിന്നെ പാഠപുസ്തകങ്ങളിൽ മതനിരാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളും വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് TM ജേക്കബ്സ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ റാഗി പറക്കുന്ന ചെമ്പരത്തെ അത് പ്രാഗി പറക്കുന്ന ചെമ്പരത്തെ അതിനുവേണ്ടി അത് മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അത് ചെറുതും വലുതുമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അത് ഉപയോഗിച്ച ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു അക്ഷരത്തിൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഭരണകാലത്ത് മതവുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെ ഉണ്ടായി. മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം വന്നു. വലിയ കോലാഹലങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മളൊരു മതേതര സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ്. നമുക്കൊരു മതേതര സംസ്കാരമുണ്ട്. നമ്മുടെ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളും വളരെ സ്നേഹത്തോടു കൂടി കഴിയുന്നവരാണ്. അപ്പോൾ ഒരു മതത്തെയും അവഹേളിക്കുവാനോ ഇകഴ്ത്തി കാണിക്കുവാനോ പുകഴ്ത്തി കാണിക്കാനും വേണ്ട, രണ്ടും വേണ്ട. കാര്യങ്ങൾ ശരിയായ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക. അവരിൽ ഈ രീതിയിലുള്ള പിന്നെ വിഭാഗീയതകൾ ഉണ്ടാക്കേണ്ട കാര്യം പാഠപുസ്തകങ്ങളിലൂടെ ഇല്ല. അതിനവർ പ്രായമായി വരുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ ചെയ്താൽ മതി. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇത് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവായിട്ട് ഇന്ന് പലരും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ. ഇത് നമുക്കെങ്ങനെ പരിഹരിക്കാൻ? ലൈംഗിക വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ലൈംഗിക വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളിൽ വേണമെന്ന് പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. വാസ്തവത്തിൽ ലൈംഗികതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഓരോ മനുഷ്യൻ്റെയും പ്രായത്തിനനുസരിച്ച് അവൻ സ്വയം ആർജിക്കുന്ന കാര്യങ്ങളാണ്. അത് പാഠപുസ്തകങ്ങളിലൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ വരെ പീഡിപ്പിക്കപ്പെടുന്ന സംഗതികൾ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പാഠപുസ്തകങ്ങളിൽ കൂടി ഈ ഇങ്ങനെ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനാണെങ്കിലും ആ കാര്യങ്ങൾ പറയണമല്ലോ. അപ്പം ഞാൻ പറയുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച്, കാരണം ഏത് കാര്യവും ഓരോ കുട്ടിയുടെയും പ്രായത്തിനനുസരിച്ചായിരിക്കണം അവനെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അത് ലൈംഗിക വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവരുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. എങ്കിലും അവർ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സാർ അങ്ങ് നേരത്തെ പറഞ്ഞു ഈ എല്ലാവരും മതം അടിച്ചേൽപ്പിക്കരുത്. പിന്നെ അവർ പിന്നെ വളർന്നു വരുമ്പോൾ അവരുടേതായ അങ്ങനെ ഞാൻ പറഞ്ഞില്ല.
മതം അടിച്ചേൽപ്പിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പാഠപുസ്തകത്തിലൂടെ പാഠപുസ്തകങ്ങളിൽ ഒരു മതത്തെയും മതത്തിനെയും അവഹേളിക്കരുത്. നിന്ദിക്കുന്നതോ പുകഴ്ത്തുന്നതോ ഇകഴ്ത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ. മതത്തിൻ്റെ ഭാഗത്ത് വിടുക, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്ത് വിടുക. ഓരോ മതവിശ്വാസിക്കും അവൻ്റെ മതം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. നാനാത്വത്തിൽ ഏകത്വമാണല്ലോ നമ്മുടെ ഇത്. അപ്പോൾ അതിനനുസരിച്ച് പോയാൽ മതി. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ മതത്തിൻ്റെ പേരിലൊരു ഒരു കച്ചവട ചരക്കാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് വിദ്യാഭ്യാസത്തെ കൂടുതലും. പിന്നെ ഇപ്പോൾ വന്ന് നിൽക്കുന്ന സ്വാശ്രയം വരെ വന്നിരിക്കുന്ന കാരണം ഒരു കുറേ മതങ്ങൾക്ക് വേണ്ടി കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരതിനു വേണ്ടി അവരുടെ മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അല്ല, അത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അതാത് സമുദായങ്ങൾ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സർക്കാർ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അതിൽ വിവിധ മതവിഭാഗങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഏത് സമുദായമാണെങ്കിലും, ഈ ഹിന്ദു സമുദായമാണെങ്കിലും ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും മുസ്ലിം സമുദായമാണെങ്കിലും ഇനി സമുദായങ്ങൾക്ക് അതീതമായിട്ടുള്ള ട്രസ്റ്റുകളും ഒക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസവും സ്വാശ്രയ സമ്പ്രദായമൊക്കെ അടുത്ത കാലങ്ങളിലാണ് വന്നത്. അപ്പോൾ ഇനിയുള്ള പോക്ക് എങ്ങനെ അല്ല, ഏത് മേഖലയിലാണെങ്കിലും ഭരിക്കുന്ന സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതേ അവസരത്തിൽ കോടതികളിൽ പലപ്പോഴും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധികൾ പലപ്പോഴും വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ അവകാശമുള്ള സ്ഥാപനം, മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ഥാപനങ്ങൾ, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. പക്ഷെ അങ്ങനെ ലഭിക്കുമ്പോൾ പോലും സംസ്ഥാനത്ത് സാമൂഹിക നീതിയും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ ഉണ്ടാക്കുന്ന ശ്രമങ്ങളിൽ എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ആതുര സേവനം ഒരു സേവനം എന്നുള്ള തരത്തിലാണ് നമ്മളെപ്പോഴും മുൻഗണന കൊടുത്തിരുന്നത്. പക്ഷേ ഇത് എപ്പോഴും ഇപ്പം പറഞ്ഞതുപോലെ ഈ ഒരു കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് എങ്ങനെ സാധിക്കുമെന്നുള്ളത്